വൈകിട്ട് ഒരു 3 മണിയാകുമ്പോൾ പറയാ ട്രിപ്പ് പോകുന്നുണ്ട്, വരാൻ താല്പര്യമുണ്ടോ? കേൾക്കേണ്ട താമസം, കിട്ടിയ തുണി എടുത്തിട്ടുണ്ട് ഒരു ഓട്ടം. ഔട്ടിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മളെ വൈബിനനുസരിച്ചുള്ള ആൾക്കാരില്ലാന്നുണ്ടെങ്കിൽ അത് കോളാവും. നമ്മൾ പറയുന്ന പൊട്ടത്തരങ്ങൾ അവർക്കും, അവര് പറയുന്ന പൊട്ടത്തരങ്ങൾ നമുക്ക് മനസ്സിലായാൽ മാത്രമേ വൈബ് ഓണാവൂ. അങ്ങനെ ഞങ്ങൾ യൂബർ പിടിച്ച് കടമക്കുടിയിലെത്തി. കടമക്കുടി നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ അവിടെ പോകണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, കടമക്കുടിയിലെ ഷാപ്പായിരുന്നു ലക്ഷ്യം. ഇപ്പൊ കുറെ അമ്മാവന്മാർ വരും കമന്റ് ബോക്സിൽ നല്ല നല്ല വാചകങ്ങൾ പറയാനായിട്ട്. എന്തായാലും അവരൊന്നും പേടിക്കണം, ഷാപ്പിൽ കള്ള് മാത്രമല്ല കിട്ടുന്നത്, നല്ല നല്ല ഫുഡും കിട്ടും. ആദ്യമായിട്ടാണ് ഒരു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ മാക്സിമം ഫുഡൊക്കെ വാങ്ങിച്ച് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ കരുതിയാണ് പോയത്. പക്ഷേ ഒരു തുള്ളി ചാറ് പോലും മിച്ചമുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് ഫുഡും തീർന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷെ അതിനേക്കാൾ വലിയ വാല്യുബിൾ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സൺസെറ്റ് ആയിരുന്നു ഇത്. ഷാപ്പിൽ നിന്ന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് കപ്പയും ഞണ്ട് കറിയും പിന്നെ മോമോസും വാങ്ങിച്ചു കഴിച്ചു. സീ ഫുഡ് ലക്ഷ്യം വെച്ചിട്ടാണ് പോയതെങ്കിൽ സീ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പാടുള്ളൂ. ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ കയറി കണവ, കൊഞ്ച്, ഇടിയിറച്ചി വാങ്ങിച്ചു. ഈ കിടക്കുന്ന മീനിന്റെ പേര് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയാറ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഡായികളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ആണ് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോയത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.